നിങ്ങൾ വിചാരിക്കുന്നത് എന്തേ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണമെന്ന്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുന്നതല്ല, അകത്ത് സീറ്റ് ഉണ്ടോ, ഭക്ഷണം കഴിക്കാനായിട്ട് സീറ്റ് ഉണ്ടോ എന്ന് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന. അങ്കമാലി തന്നെ ഇത്രയും തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുവാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഒരു കസേര പോലും ശരിക്കും പറഞ്ഞാൽ ഒഴിവുണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിക്കാൻ ചെന്നപ്പോൾ. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നത്. ഈ കടയുടെ പേരാണ് ഹോട്ടൽ അൽ റീം. കുഴിമന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. കുഴിമന്തി മാത്രമേ ഉള്ളൂ ഇവിടെ. ഉച്ചയ്ക്ക് 1:30 തുടങ്ങി ഈ കട ഓപ്പൺ ആയിരിക്കും. രാത്രി എപ്പോൾ ചെമ്പ് പൊട്ടിച്ചത് തീരുന്നോ അപ്പോൾ അവർ കടയടയ്ക്കും. ചിലപ്പോഴൊക്കെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കടയിലെ ഭക്ഷണം തീരാറുണ്ട് ഇവിടെ. കടയുടെ ഫ്രണ്ടിൽ തന്നെ ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ആവശ്യം പോലെ പാഴ്സൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരു കുഴിമന്തിക്ക് ടോട്ടൽ ഫുൾ പ്ലേറ്റിന് വരുന്നത് 600 രൂപയാണ്. അത് സിംഗിൾ പീസ് ആണെങ്കിൽ ഒരാൾക്ക് കഴിക്കാവുന്നതാണെങ്കിൽ 160 രൂപ. ഒരു ഫുൾ കുഴിമന്തി മേടിച്ചു കഴിഞ്ഞാൽ ഒരു 4 പേർക്ക് ആവശ്യം പോലെ കഴിക്കാം, അൺലിമിറ്റഡ് റൈസ് ആയതുകൊണ്ട്. ദുബായിലെ കുഴിമന്തിയുടെ ടേസ്റ്റ് കിട്ടുമോ എന്നാണ് ചേട്ടൻ എന്നോട് ചോദിച്ചത്. പക്ഷേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ആ ചിന്തയൊക്കെ മാറി. എന്തായാലും ദുബായിലെ പോലെ തന്നെ നല്ല അടിപൊളി റൈസും പിന്നെ അതവരുടെ ചട്നിയും മയോണൈസും ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. ചിക്കനും അത്യാവശ്യം നല്ല സൈസായിരുന്നു. പിന്നെ ഇത് അൺലിമിറ്റഡ് ഫുഡാണ്. നമുക്ക് എത്രത്തോളം വേണമെങ്കിലും റൈസ് വാരി വാരി കഴിക്കാൻ പറ്റും. അവർ പിന്നെയും റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. സാലഡുകളും നമുക്ക് തരും അവർ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അൽഫാം മന്തി തീർന്നു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കടയുള്ളത് അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകുമ്പോൾ അത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ ഇടത് സൈഡിലായിട്ടാണ് ഈ കടയുള്ളത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ള കടയാണെങ്കിൽ പോലും നമുക്ക് ഇരിക്കാനായിട്ട് തിരക്ക് കാരണം സീറ്റ് കിട്ടാറില്ല. ഇവിടെ ഫാമിലി റൂമും ഉണ്ട്, അതുപോലെ AC റൂമുകളും ഉണ്ട്. ഞാൻ അകത്ത് കയറി നോക്കി, ഏകദേശം 6 കുഴിമന്തിയുടെ ചെമ്പുകൾ വെക്കാൻ പറ്റുന്ന വലിയ കുഴികൾ കണ്ടു. ഈ കുഴിമന്തി ഉണ്ടാക്കുന്ന കുഴികൾ, അതിലാണ് ഇവരിതെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതും കൂടെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഫുഡ് ഒരു രക്ഷയില്ല, തകർപ്പൻ ഫുഡായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെ ടേസ്റ്റി. അതുപോലെ തന്നെ വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അൽ റീമിലെ കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്.